ഏറ്റവും പ്രായമുള്ള 70 വയസ്സിന് ശേഷം എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ നിത്യജീവിതത്തിൽ അവരനുഭവിക്കുന്ന രോഗം അല്ലെങ്കിൽ അവരുടെ ചികിത്സാ ചിലവാണ് ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യം. ജനങ്ങൾ അർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി ഇവിടെ. ഈ വയോബന്ധൻ പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള മുഴുവൻ പ്രായമുള്ള ആളുകൾക്കും സൗജന്യമായി ചികിത്സാ സംവിധാനം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ഇന്നും കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഉളുപ്പും മാനവും ഇല്ലാത്ത ഗവൺമെന്റാണ് ഇത്രയും കാലം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്ന നയമാണ് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് നേരിടാൻ പോകുന്ന ഏറ്റവും വെല്ലുവിളി. നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് പറയാതെ വിട്ടുപോകുന്നത്. ഈ ഭീകരവാദത്തിനെതിരെ നിലപാടെടുക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ള ഒരു സെന്റൻസ് നേരത്തെ പറഞ്ഞു. പിണറായി വിജയൻ തന്നെ തീവ്രവാദികളെ പാലൂട്ടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഭവമൊക്കെ ഇവിടെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ചുമലിലിട്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് നടക്കുന്നത് ആരാണ് എന്നും അഭിമന്യുവിന്റെ വിഷയവും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ ഒരു വൈകാരിക രീതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല, കാരണം തുടക്കത്തിൽ തന്നെ ചർച്ച അലമ്പാക്കി എന്നുള്ള ഒരു പേരുദോഷിയായിട്ട് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നില്ല.